ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഔട്ടിങ്ങിനൊക്കെ പോണ വീഡിയോ ആണ് കേട്ടോ. ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ അങ്ങോട്ടുമല്ല, ഒരു സിനിമയ്ക്ക് പോവാണ്. അപ്പം ഏതാ സിനിമ എന്നല്ലേ, നമ്മളെ പുതിയ ലാലേട്ടൻ്റെ പുതിയ മൂവി തുടരും കാണാൻ പോവാണ്. അപ്പോൾ മീനുട്ടിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാർ എടുക്കുമ്പോഴേക്ക് ഭയങ്കര ഡാൻസും കളിയൊക്കെ അതുകൊണ്ട് പ്രത്യേകം പറയാം, അമ്മ ഇതെടുക്ക്, എൻ്റെ സന്തോഷം എടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അച്ഛൻ, അമ്മ, ഏട്ടൻ, ഞാൻ, സജു ഏട്ടൻ, മീനുട്ടി, അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ നിന്നാണ് പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോ 8:20 അപ്പോൾ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. എന്താ പറയുക, നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, അല്ലെങ്കിലേ ചൂടല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴായിരിക്കും മഴ പെയ്യുക, എന്നിട്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും മിക്കവാറും മഴയൊക്കെ കഴിയുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഗോകുലം മാൾ, കല്യാൺ കേന്ദ്ര, ഇതിൻ്റെയൊക്കെ മുന്നിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ കല്യാൺ കേന്ദ്രം കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി. നല്ല ഭംഗിയില്ലേ, നല്ല എന്താ പറയുന്നത്, നഗരം മുഴുവൻ ഇങ്ങനെ പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്ന കണ്ടപ്പം എനിക്ക് നിങ്ങളും കൂടിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നി, നമ്മൾ ഇതിൽ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി തോന്നി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്, സുഹൃത്തുക്കളെ പോവുകയാണ്. അങ്ങനെ നമ്മൾ എങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ രാധാ തിയേറ്ററാണ്. ഒരുപാട് പഴക്കമുള്ള നമ്മൾ രാധാ തിയേറ്ററാണ്. ഒരു അച്ഛൻ പറഞ്ഞൊരിതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒരു 10-70 കൊല്ലത്തെ പഴക്കമൊക്കെ ഉണ്ടാകും നമ്മൾ തിയേറ്ററിന്. കോഴിക്കോട് എന്താ പറയുക, ഹൃദയഭാഗത്തുള്ള നമ്മളെ സ്വന്തം രാധാ തിയേറ്റർ, അവിടേക്കാണ് പോകുന്നത് കേട്ടോ കൂട്ടുകാരെ. അപ്പം പക്ഷെ എന്താ പറയുക, നമ്മളെ പഴയൊരു തിയേറ്ററാണെന്ന് വെച്ച് പുതിയ തിയേറ്ററിൻ്റെ ആ ഒരു ഇതിലേക്കൊന്നും എത്തില്ല, ആ രീതിയിലൊന്നുമല്ല. നമ്മളെ പുതിയ തിയേറ്റേഴ്സിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു തിയേറ്റർ എന്ന് തന്നെ പറയാം. നമ്മളെ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആൾക്കാരൊന്നും ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ ഉള്ളിൽ ആ സിനിമേൻ്റെ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അവിടുന്ന് വണ്ടി വളയ്ക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി. നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ വണ്ടികളൊന്നുമില്ല, നമ്മൾ നേരത്തെ എത്തിയ കാരണം അങ്ങനെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പം നമ്മൾ സിനിമേൻ്റെ കാര്യമൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ഭാഗങ്ങൾ എനിക്ക് പറയാം കേട്ടോ. അപ്പം നല്ലൊരു സിനിമയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങളൊരു ബിരിയാണിയും കൂടി അങ്ങ് വെച്ച് കാച്ചി. അപ്പോഴേക്കും നമുക്കൊരു 11:30 ആ നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ റഹ്മത്ത്, കോഴിക്കോടിൻ്റെ സ്വന്തം റഹ്മത്തിലെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ എല്ലാവരും ഓർഡർ ചെയ്തു, കഴിച്ചു കേട്ടോ. അപ്പം നമ്മളെ സിനിമേൻ്റെ ഇത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഞങ്ങൾ പോയൊരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ഹൈപ്പൊന്നും നമ്മളെ തുടരും സിനിമയ്ക്കില്ലല്ലോ. അപ്പം ജസ്റ്റ് 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ അടിപൊളി മൂവിയാണെന്ന് പറഞ്ഞു, ആ രീതിയിൽ അങ്ങ് പോയതാണ്. പിന്നെ സജുവേട്ടന് അന്നേ വരാൻ ഒഴിവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, ഞാനാണെങ്കിൽ ഇപ്പം വീട്ടിൽ തന്നെയാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സജുവേട്ടൻ വന്ന സമയത്ത് ഏത് സിനിമയ്ക്കാണ് ടിക്കറ്റ് കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ വേറെ മൾട്ടിപ്ലക്സ് തിയേറ്ററിലൊന്നും ഒഴിവില്ല. കാരണം അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മൾ നോർമൽ ഇപ്പോഴത്തെ തിയേറ്ററുകളൊക്കെയാണ് വളരെ കുറഞ്ഞ സീറ്റൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരുപാട് ഫസ്റ്റ് ക്ലാസ് അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ വേറെ ടിക്കറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ സജയുടെ പൊതുവെ അങ്ങനത്തെ തിയേറ്ററുകൾ കൊണ്ടുപോകാറില്ല. പക്ഷേ എവിടെയും ടിക്കറ്റ് കിട്ടാഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോയതാട്ടോ. അങ്ങനെ പോയി എന്താ പറയുക, നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ മനസ്സും നെഞ്ചും നിറഞ്ഞെന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ കൂട്ടുകാരെ. അടിപൊളി സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സിനിമ. നമ്മളെ പണ്ടത്തെ ആ ഒരു ലാലേട്ടൻ തിരിച്ചു വന്ന പോലെ ആ ഒരു ഫീലായിരുന്നു നമുക്ക് കേട്ടോ. നമ്മൾക്ക് പല സിനിമകളിലെ ലാലേട്ടനെ അതിൽ നമുക്ക് കാണാൻ പറ്റും. പുലിമുരുകനിലെ ലാലേട്ടൻ, അല്ലെങ്കിൽ ഒപ്പത്തിലെ ലാലേട്ടൻ, അല്ലെങ്കിൽ ദൃശ്യത്തിലെ ലാലേട്ടൻ, അങ്ങനെ എന്താ പറയുക, അടിപൊളി. എന്താ പറയുക, ഓരോരോ സെക്കൻഡ് നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള എല്ലാവരുടെയും, ലാലേട്ടൻ്റെ മാത്രമല്ല കേട്ടോ, ഈച്ചൻ്റെ എല്ലാവരുടെയും അഭിനയം സൂപ്പറായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അങ്ങ് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്താ പറയുക, അടിപൊളി. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചില സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്കൊരു തുടക്കത്തിലേ നമുക്കൊരു ഉറക്കം തൂങ്ങലാണ്, അല്ലെങ്കിൽ വേണ്ടായിരുന്നു, ഇതിനാണോ ഇപ്പോൾ വന്നത്, നമ്മൾ പൈസ പോയാൽ ആ രീതിയിലൊക്കെ നമ്മളൊരു സംസാരം ഉണ്ടാവില്ലേ. ഇത് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ പിടിച്ചിരുത്തുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ തന്നെ നമ്മൾ ഇൻ്റർവെൽ വരെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ബോറില്ല എന്ന് തന്നെ പറയാം. അടിപൊളി മൂവി കൂട്ടുകാരെ, അടിപൊളി മൂവിയാണ്. പക്ഷെ മീനുട്ടിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൽ
ഉള്ള നമ്മളെ എന്താണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, പിന്നെ മീനുട്ടി ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ആ ഒരു അവൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അങ്ങനെ ഇതുണ്ടായില്ല. എന്നാലും അവളിരുന്ന് കണ്ടു കേട്ടോ. അവൾ പോകണം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല. അവളിരുന്ന് കണ്ടു, അവസാനം വരെ ഇരുന്ന് കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, എല്ലാവർക്കും അച്ഛനായാലും അമ്മയ്ക്കായാലും ഏട്ടനായാലും സജുവേട്ടനായാലും ഒക്കെ അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പബ്ലിസിറ്റിയും ഹൈപ്പും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നല്ല സിനിമയാണെങ്കിൽ കാണും എന്നുള്ളതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മളെ വണ്ടിയിൽ നിന്ന് ഇത് തന്നെയാണ് ചർച്ച കേട്ടോ. ഇതിൻ്റെ സംസാരം തന്നെ, വീട് എത്തുന്നവരെയും വീട് എത്തിക്കഴിഞ്ഞിട്ടും പിറ്റേന്ന് രാവിലെയും ഇത് തന്നെ സംസാരം കേട്ടോ. എല്ലാവർക്കും ഒന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, മാങ്കാവ് എത്താനായി. മാങ്കാവ് നമ്മളെ ലുലു മാൾ. അപ്പോൾ മീനുട്ടി പറയുന്നത് ലുലു മാളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കോഴിക്കോട് ലുലു മാള്. പക്ഷെ അത് നമ്മൾക്ക് ഇതിലത്ര ഒരുപാട് രാത്രിയായില്ലേ, അപ്പോൾ അങ്ങനെ കാണുന്നില്ല. നമ്മൾ റൈറ്റ് സൈഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ കാര്യം തന്നെ എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, പോയാൽ അങ്ങ് നമുക്ക് നഷ്ടമായി പോയി എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സിനിമാ പ്രേമിയുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന് നിങ്ങൾ എടുത്താൽ മതി. അത്രയും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഒരു നല്ല സിനിമ കണ്ടൊരു ഫീല് തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മാങ്കാവൊക്കെ കഴിഞ്ഞു, നമ്മളെ വീടെത്താനായി. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് അങ്ങ് കയറി. ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് കയറി. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ നിർത്താം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, എല്ലാവർക്കും ബൈ ബൈ.